വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് ഉടൻ നാട്ടിലെത്താനാകില്ല. 3 വർഷമായി ഇക്കാമ പുതുക്കാത്തതാണ് തടസ്സം. പേപ്പർ വർക്കുകൾ ശരിയാക്കി പരമാവധി വേഗത്തിൽ നാട്ടിലെത്തിക്കുമെന്ന് ദമാമിലെ സാമൂഹിക പ്രവർത്തകൻ നാസ് വക്കം 24-നോട് പറഞ്ഞു. ഇന്നലെ ഈവനിങ്ങിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ പുള്ളി ഉള്ള സ്ഥലത്ത് പോയി കണ്ടു. അദ്ദേഹമായിട്ട് കൂട്ടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പുള്ളിയുടെ മറ്റേ സിസ്റ്റത്തിൽ ഇതിന് താറാറുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ അത് സിസ്റ്റമൊക്കെ കുഴപ്പമില്ല. പക്ഷേ പുള്ളിയുടെ വിഷയം എന്ന് വെച്ചാൽ നേരത്തെ കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി ഇക്കാമ എക്സ്പയർ ആണ്. അപ്പോൾ സൗദി അറേബ്യയിലെ പ്രസന്റ് നിയമം അനുസരിച്ച് ഒന്നുകിൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംബസി ഫയല് ലേബർ ഫോർവേഡ് ചെയ്യും. ലേബറിന് നാടുകടത്തൽ കേന്ദ്രത്തിലോട്ട് ആ ഫയൽ വിടും. അവിടെ നിന്ന് ഫ്രീ ഓപ്ഷനിൽ തന്നെ ആളിനെ എക്സിലടിച്ച് കയറ്റി വിടും. പക്ഷെ അത് ഏകദേശം 1 മാസം എടുക്കുന്നൊരു പ്രൊസീജിയറാണ്. നമ്മൾ എമർജൻസിക്ക് അത് നടക്കില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പെനാൽറ്റി അടച്ചുകൊണ്ട് സ്പോൺസറെ കൊണ്ട് ഇത് ഇക്കാമ പുതുക്കുക, അടിച്ച് കയറ്റി വിടുക. ഇതിൽ ഏത് വിധേന എന്തായാലും ഈ വരുന്ന വീക്കിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. രണ്ടാമത് സാമ്പത്തികവും ഈ മരണമായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളി പോകുന്നതിനെ സംബന്ധിച്ച് സാമ്പത്തികം സൗദി അറേബ്യയെ സംബന്ധിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി അത്ര പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ തന്നെ എല്ലാവരും സഹകരിക്കും. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. ഈ ടെക്നിക്കലി ഉള്ള ഇഷ്യൂ കാരണമാണ് നീണ്ടുപോകുന്നത്. സുബൈർ ഉദ്ദിനൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബൈർ, ഈ നിലവിലുള്ള പ്രശ്നം പരിഹരിച്ച് അബ്ദുൾ റഹീമിനെ എപ്പോഴേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും എന്നതാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എന്ന് കരുതാൻ കഴിയുമോ സുബൈർ ഉദ്ദിനൂർ? റിജിത്ത്, തീർച്ചയായിട്ടും ഇവിടെ ഈ ദമാമിലെ സാമൂഹ്യ പ്രവർത്തകൻ നാസുവക്കം പറഞ്ഞതുപോലെ തന്നെ ഏറെ മനസാക്ഷിയെ നടുക്കിയ കൂട്ടത്തിൽ നടത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ അവസ്ഥ ഇവിടെ ഏറെ ദയനീയമാണ്. ലോകത്ത് മുഴുവൻ തന്നെ ഒന്നടങ്കം ഏറെ കണ്ണീരിലാഴ്ത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 4 നൂറ്റാണ്ടിലേറെയായി പ്രവാസം നൽകിയ ദുരിതങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് സർവ്വതും തകർന്നുപോയ വാർത്ത കൂടി നാട്ടിൽ നിന്നും അദ്ദേഹത്തെ തേടിയത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് അദ്ദേഹം റിയാദിലായിരുന്നു. അതിനുശേഷം ഏകദേശം 1.5 മാസം മുമ്പാണ് അദ്ദേഹം ദമാമിലെത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം കാലാവധി കഴിഞ്ഞ ഇക്കാമയിലാണ് ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ ദമാമിലെ സാമൂഹിക പ്രവർത്തകർ, ഇവിടുത്തെ സാംസ്കാരിക സംഘടന പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പോൺസറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല. ശരി, സുബൈർ ഉദ്ദിനൂർ ദമാമിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിനെ ഉടൻ നാട്ടിലെത്തിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ.